ചെമ്പനീർ പൂവിൻ്റെ ഇനി വരാനിരിക്കുന്ന എപ്പിസോഡ് റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്രുതി എന്ന വഞ്ചകിയുടെ സ്വഭാവം മനസ്സിലാക്കിയ ചന്ദ്രയ്ക്ക് പിന്നീടൊരിക്കലും ശ്രുതിയെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഞാൻ കണ്ടെത്തിയ മരുമകൾ നല്ലൊരു പണക്കാരിയാണെന്നുള്ള പൊങ്ങച്ചം എന്നും ചന്ദ്രയ്ക്കുണ്ടായിരുന്നു. അതിൻ്റെ അഹങ്കാരത്തിൽ തന്നെ രേവതിയെ കുത്തുവാക്കുകൾ പറഞ്ഞ് വേദനിപ്പിക്കുന്നത് ചന്ദ്രയ്ക്ക് അതൊരു ശീലമായിരുന്നു. ഞാൻ എൻ്റെ മകൻ ശ്രുതിക്ക് കണ്ടെത്തിയത് ഒരു പണക്കാരിയായ മരുമകളെയാണ്. എന്നാൽ സച്ചിക്ക് വേണ്ടി കണ്ടുപിടിച്ചതോ ഒട്ടും പൈസയില്ലാത്ത കുടുംബത്തിൽ നിന്ന് വന്ന രേവതിയെയും. പൂക്കാരിയായ രേവതിയെ എന്നും കുത്തുവാക്കുകൾ പറഞ്ഞ് വേദനിപ്പിക്കുകയും ശ്രുതിയെ വാനോളം ഉയർത്തി സംസാരിക്കുകയും ചെയ്തിരുന്ന ചന്ദ്രയ്ക്ക് ഒരു വലിയൊരു തിരിച്ചടിയായിട്ടായിരുന്നു ശ്രുതിയുടെ പഴയകാല സത്യങ്ങൾ അറിയാൻ തുടങ്ങുന്നത്. ശ്രുതിയുടെ കള്ളത്തരങ്ങൾ മനസ്സിലാക്കിയ ചന്ദ്ര തൻ്റെ മകന് വേണ്ടി ഇനി ശ്രുതിയെ വേണ്ട, മറിച്ച് മറ്റൊരു പണക്കാരിയായ മരുമകളെ താൻ കണ്ടുപിടിക്കുമെന്നുള്ള വാശിയിലായിരുന്നു ചന്ദ്ര. ശ്രുതി മറ്റൊരു വിവാഹത്തിന് തയ്യാറാകണമെങ്കിൽ ശ്രുതിയുടെ മനസ്സിൽ നിന്നും ശ്രുതിയുടെ രൂപം പൂർണ്ണമായും മായ്ച്ചു കളയണം. അതിനുവേണ്ടി പല കാര്യങ്ങളും ചന്ദ്ര ചെയ്യാൻ തുടങ്ങി. ഏലസുകൾ കെട്ടിക്കുകയും സാമികിയുടെ അടുത്ത് ചെന്ന് പലതരത്തിലുള്ള മരുന്നുകൾ മേടിക്കുകയും അതുപോലുള്ള പല കാര്യങ്ങളും ചെയ്ത് ചന്ദ്ര ശ്രുതിയുടെ മനസ്സ് മാറ്റാൻ ശ്രമിച്ചു. എന്നാൽ പക്ഷേ ചന്ദ്ര വിചാരിച്ച പോലെയായിരുന്നില്ല പല കാര്യങ്ങളും നടന്നിരുന്നത്. ശ്രുതിയുടെ മനസ്സിൽ ഇടം പിടിക്കുവാൻ വേണ്ടി ശ്രുതി പല ദിവസങ്ങളിലായി ശ്രുതിയുടെ ഷോപ്പിൽ വരാറുണ്ടായിരുന്നു. ഷോപ്പിൽ ചെന്ന് പലതരം കള്ളത്തരങ്ങൾ പറഞ്ഞ് ശ്രുതിയുടെ മനസ്സിൽ കീഴടക്കുവാൻ വേണ്ടി ശ്രുതി പലപ്പോഴും ശ്രമിച്ചുകൊണ്ടിരുന്നു. എന്നാൽ പക്ഷേ പലതവണയും ശ്രുതിയെ മാറ്റി നിർത്താനാണ് ശ്രമിച്ചിരുന്നത്. ശ്രുതി ദൈവത്തെ ആലോചിച്ച് ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് സമാധാനപരമായി കേൾക്കണം. ഞാൻ ചെയ്തത് തെറ്റാണെന്ന് എനിക്കറിയാം. പക്ഷേ എനിക്ക് ശ്രുതിയെ ഒട്ടും വിട്ടുകൊടുക്കാൻ കഴിയില്ലായിരുന്നു. എനിക്ക് ശ്രുതിയെ അത്രയ്ക്കും ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ ശ്രുതിനെ കിട്ടാൻ വേണ്ടി അത്രയ്ക്കും വലിയ നുണ പറഞ്ഞത്. ശ്രുതിയുടെ അമ്മ ഒരു പണക്കാരിയായ മരുമകൾക്ക് മാത്രമേ ശ്രുതിയുമായുള്ള വിവാഹം നടത്തൂ എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാനൊരു പണക്കാരിയാണെന്ന് കള്ളം പറഞ്ഞത്. മറിച്ച് ഞാൻ നുണ പറഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും നമ്മ തമ്മിലുള്ള വിവാഹത്തിന് വേണ്ടി ആൻറ്റി സമ്മതിക്കില്ലായിരുന്നു. അത് ശ്രുതിക്കും അറിയാവുന്ന കാര്യം തന്നെയല്ലേ. ആൻറ്റി ഒരിക്കലും ഇതിന് സമ്മതിക്കില്ല എന്ന്. എനിക്കൊരിക്കലും നിന്നെ വിട്ടുകൊടുക്കാൻ ആഗ്രഹമില്ല ശ്രുതി. അതുകൊണ്ടാണ് ഞാൻ ആ നുണ പറഞ്ഞത്. എനിക്ക് അത്രയ്ക്കും ഇഷ്ടമാണ് നിന്നെ. ഞാൻ പറയുന്നതൊന്ന് കേൾക്ക് ശ്രുതി. ദൈവത്തെ ആലോചിച്ച് എന്നെ നിൻ്റെ മനസ്സിൽ നിന്ന് ഇറക്കി വിടരുത്. ആൻറ്റി എന്നെ എത്രയൊക്കെ തള്ളിപ്പറഞ്ഞാലും ശ്രുതി ഒരിക്കലും എന്നെ തള്ളിപ്പറയില്ലെന്നൊരു ഉറപ്പ് എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. ഇപ്പോൾ എന്നോട് കാണിക്കുന്ന ഈ ദേഷ്യവുമൊക്കെ ആൻറ്റിയെ കാണിക്കാനാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശ്രുതി തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ശ്രുതിയെ ഒരു പെണ്ണ് ചതിച്ച് 50 ലക്ഷവുമായി കടന്നു കളഞ്ഞപ്പോൾ ഞാൻ എന്തെങ്കിലും പറഞ്ഞോ? ഞാൻ ശ്രുതിക്കൊപ്പമല്ലേ നിന്നത്. പിന്നെ ആ പൈസ കിട്ടിയതിനു ശേഷം നമ്മളൊരു ബിസിനസ് തുടങ്ങി. അതും നല്ല രീതിക്ക് തന്നെ മുന്നോട്ട് പോകുന്നില്ലേ ശ്രുതി. അപ്പോൾ ഞാൻ വന്നതിന് ശേഷം എന്തെങ്കിലും ഒരു കുറവ് ശ്രുതിക്കുണ്ടായിട്ടുണ്ടോ? ശ്രുതിക്ക് ജോലി നഷ്ടപ്പെട്ട സമയത്ത് പോലും ഞാൻ ശ്രുതിയെ തള്ളി പറഞ്ഞിട്ടില്ലല്ലോ. കൂടെ നിർത്തിയിട്ടല്ലേ ഉള്ളൂ. അതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കൂ ശ്രുതി. പിന്നെ എന്തിനാ എന്നോട് ഇത്ര ദേഷ്യം കാണിക്കുന്നത്? അതൊക്കെ ശ്രുതിയോട് എനിക്കുള്ള സ്നേഹം കൊണ്ടാണെന്ന് ശ്രുതിക്ക് മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളൂ. എനിക്ക് വേറെ ആരുമില്ല ശ്രുതി. നീ മാത്രമല്ലേ ഉള്ളൂ. നീയൊന്ന് മനസ്സിലാക്ക്. നീയും കൂടി ഇല്ലാതായി കഴിഞ്ഞാൽ ഞാൻ മരിച്ചു പോകും. ശ്രുതി ഓരോ കാര്യങ്ങളും എടുത്തെടുത്ത് പറയുമ്പോഴും ശ്രുതിയുടെ മനസ്സിൽ ശ്രുതിയോടുള്ള സ്നേഹം ഒരു തരി അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. എന്നാൽ പോലും അമ്മയ്ക്ക് കൊടുത്ത ആ വാക്ക് തെറ്റിക്കാൻ ശ്രുതി തയ്യാറായിരുന്നില്ല. നീ ഇനി എന്തു പറഞ്ഞിട്ടും കാര്യമില്ല ശ്രുതി. നീ ഇപ്പോൾ എൻ്റെ മനസ്സിലില്ല. കാരണം നീ എന്നെ ചതിച്ച് വന്നവളല്ലേ എൻ്റെ ജീവിതത്തിലോട്ട്. ഒരു സത്യം പോലും നീ എന്നോട് പറഞ്ഞില്ലല്ലോ ഇത്രയും നാളായിട്ട്. നിനക്കെന്നോടുള്ള സ്നേഹം സത്യമായിരുന്നെങ്കിൽ കല്യാണത്തിന് ശേഷമെങ്കിലും ഒരു വാക്കെങ്കിലും എന്നോട് സൂചിപ്പിക്കാമായിരുന്നില്ലേ? വിവാഹത്തിന് ശേഷം നിനക്കൊരു അങ്കിളുണ്ടെന്നും പറഞ്ഞ്
യൂറോപ്യൻ കൺട്രിയിൽ നിന്നും വന്ന ആളാണ്, ആളെ നല്ല രീതിയിൽ പരിചരിക്കണമെന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെ കാര്യങ്ങളാ വേഷം കെട്ടിച്ച് നീ ചെയ്തു കൂട്ടിയത്. നിന്റെ അച്ഛൻ അവിടെ ജയിലിലാണ്, ഇപ്പോഴൊന്നും ഇറങ്ങാൻ കഴിയില്ല, അങ്ങനെയൊക്കെ എന്തൊക്കെ കള്ളത്തരങ്ങളാണ് ശ്രുതി നീ എന്നോട് പറഞ്ഞത്. എനിക്കതൊക്കെ ആലോചിക്കുമ്പോൾ എന്തൊക്കെയോ പോലെ തോന്നുന്നുണ്ട് ശ്രുതി. ദൈവത്തെ ആലോചിച്ച് നീ ഇനി ഇങ്ങോട്ടേക്ക് വന്നു പോവരുത്, എനിക്ക് നിന്നെ കാണണമെന്നില്ല, ഇറങ്ങിപ്പോ ഈ ഓഫീസിൽ നിന്ന് എന്ന് പറഞ്ഞ് ശ്രുതിയോട് വളരെ ദേഷ്യപ്പെട്ടുകൊണ്ട് ശ്രുതി സംസാരിക്കുന്നുണ്ട്. ശ്രുതി ദേഷ്യപ്പെടുമ്പോൾ ഒന്നും തിരിച്ചു മിണ്ടാതെ എല്ലാം കേട്ടുകൊണ്ട് ശ്രുതി അവിടെ നിന്ന് കരയുകയായിരുന്നു. നീ ഇനി കള്ളക്കരച്ചിലൊന്നും എന്നെ കാണിക്കണ്ട. ഇപ്പോൾ പോലും സച്ചി ഇത് കണ്ടുപിടിച്ചില്ലായിരുന്നുവെങ്കിൽ ഇപ്പോഴും നീ എന്നെ ചതിച്ചുകൊണ്ടിരിക്കുമായിരുന്നില്ലേ. സച്ചി എന്നോട് പലതവണ പറഞ്ഞതാ ശ്രുതി ഒരു കള്ളത്തരം കാണിക്കുന്നുണ്ടോ എന്നൊരു സംശയം. പക്ഷേ ഞാൻ അതൊന്നും കാര്യമാക്കിയില്ല ശ്രുതി. പക്ഷേ ഇപ്പോൾ അവൻ പറയുന്നതിലും കാര്യമുണ്ടെന്ന് എനിക്കിപ്പോഴല്ലേ മനസ്സിലായത്. നീ ഒരു ലോക കള്ളി തന്നെയാണ് ശ്രുതി. നീ ഇനി എൻ്റെ ഓഫീസിലോട്ടേക്ക് വരണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരണ്ട. ഇനി ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ ഈ ഓഫീസിലോട്ടേക്ക് വരുന്ന വരവ് പോലും ഞാൻ നിർത്തിവെക്കും. പിന്നെ നിനക്ക് അമ്മയുടെ സ്വഭാവം അറിയാമല്ലോ. അമ്മ ഈ ഓഫീസിലേക്ക് നീ വരുന്ന കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ അമ്മ ഇനി എന്തൊക്കെയാ ചെയ്തു കൂട്ടുന്നതെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യം നിനക്കില്ലല്ലോ ശ്രുതി. അതുകൊണ്ട് ഇനി മേല എന്നെ കാണാൻ ഇങ്ങോട്ടേക്ക് വന്നു പോവരുത്. ശ്രുതി പയ്യെ ഓഫീസിൽ നിന്നിറങ്ങി റോട്ടിലോട്ട് നടക്കുകയായിരുന്നു. കരഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് ശ്രുതി വഴിയിൽ നിന്നിരുന്ന ഓട്ടോറിക്ഷയിൽ കയറിയിരുന്നു. ഓട്ടോറിക്ഷക്കാരനോട് ഇന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകാനും പറഞ്ഞു. അപ്പോഴായിരുന്നു ശ്രുതിയുടെ ഫോണിലേക്ക് ആ കോള് വന്നത്. ഇത് പരിചയമില്ലാത്തൊരു നമ്പറാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി ഫോൺ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ഫോണിൽ മറ്റാരുമല്ല, തൻ്റെ അമ്മയുടെ വീടിൻ്റെ അടുത്ത് താമസിക്കുന്ന അയൽവാസിയായ ഒരു ചേച്ചിയായിരുന്നു. അമ്മയ്ക്ക് പെട്ടെന്ന് വയ്യാതെയായെന്നും ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ ശ്രുതി നീ ഹോസ്പിറ്റലിലോട്ട് എത്തണമെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. ഓട്ടോക്കാരനോട് ഹോസ്പിറ്റലിൻ്റെ പേരും പറഞ്ഞ് ഹോസ്പിറ്റലിലോട്ട് വേഗം ശ്രുതി എത്തുന്നുണ്ട്. ശ്രുതി ഹോസ്പിറ്റലിലെത്തിയപ്പോഴേക്കും ശ്രുതിയുടെ അമ്മയെ ICUവിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ തൻ്റെ അമ്മയെ കാണാൻ ശ്രുതിക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കുറച്ചു നേരത്തെ നിൽപ്പിന് ശേഷം പുറത്തേക്ക് ICUവിൻ്റെ വാതിൽ തുറന്ന് ഡോക്ടർ പുറത്തേക്ക് വന്നു ശ്രുതിയോട് താൻ ആരാണെന്ന് ചോദിക്കുന്നുണ്ട്. പേഷ്യൻറ്റിൻ്റെ. ഡോക്ടറെ, അതെൻ്റെ അമ്മയാണ്, അമ്മയ്ക്കിപ്പോൾ എങ്ങനെയുണ്ട്? പേഷ്യൻറ്റിൻ്റെ മകളാണല്ലേ? ഇപ്പോൾ അമ്മയ്ക്ക് ഒന്നും പറയാനായിട്ടില്ല, കുറച്ചു നേരം കഴിഞ്ഞിട്ട് പറയാമെന്ന് പറഞ്ഞ് ഡോക്ടർ അവിടെ നിന്ന് പോകുന്നുണ്ട്. അമ്മയ്ക്ക് സീരിയസ് ആണെന്നുള്ള കാര്യം ഡോക്ടറുടെ ആ സംസാരത്തിൽ നിന്ന് ശ്രുതിക്ക് മനസ്സിലായി. ഇനി എന്ത് ചെയ്യണമെന്നറിയാതെയുള്ള ഒരു വെപ്രാളവും വിഷമവും എല്ലാതും അന്നേരത്ത് ശ്രുതിക്കുണ്ടായിരുന്നു. പുറത്തു നിന്ന് കരഞ്ഞിരുന്ന ആദിയുടെ അടുത്തേക്ക് ശ്രുതി ചെല്ലുന്നുണ്ട്. ആദി അപ്പോൾ ശ്രുതിയോട് ചോദിക്കുന്നുണ്ട്, അമ്മേ, മുത്തശ്ശിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഞാൻ പേടിച്ചു പോയി മുത്തശ്ശി വീണപ്പോൾ. എനിക്ക് ആരെയും വിളിക്കണമെന്നറിയില്ല. ആൻറ്റീനെ വിളിച്ചിട്ടാണെങ്കിൽ ഫോൺ എടുക്കുന്നുണ്ടായിരുന്നില്ല. ആൻറ്റീനെ ഞാൻ കുറേ പ്രാവശ്യം വിളിച്ചു, പക്ഷേ ആൻറ്റി ഫോൺ എടുത്തില്ലല്ലോ. അതുകൊണ്ട് ഞാൻ രേവതി ആൻറ്റീനെ വിളിച്ചിരുന്നു. രേവതി ആൻറ്റിയാ വേഗം ഹോസ്പിറ്റലിലോട്ടേക്ക് കൊണ്ടുവന്നത്. ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുവന്ന് മരുന്ന് മേടിക്കുവാൻ വേണ്ടി ഇപ്പോൾ ഫാർമസിയിലോട്ട് പോയേക്കുക. രേവതി അവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കിയ ശ്രുതിക്ക് വെപ്രാളം കൂടി. തന്നെ അവിടെ കണ്ടു കഴിഞ്ഞാൽ എന്തായാലും ആരാണ് എന്താണ് എന്നൊക്കെ അറിയാൻ രേവതി ശ്രമിക്കും. രേവതി ഇനി എൻ്റെ എല്ലാ കള്ളത്തരങ്ങളും കണ്ടുപിടിക്കുമല്ലോ. ഇനി ഒരു കാര്യവും കൂടി ചന്ദ്ര ആൻറ്റി അറിഞ്ഞു കഴിഞ്ഞാൽ ഇനി എൻ്റെ ജീവിതം എന്താവുമെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. ഒന്നാമതേ എന്നെ ഇപ്പോൾ ആൻറ്റി കണ്ണെടുത്താൽ കണ്ടൂടാ. അതുമാത്രമല്ല, ശ്രുതിയുടെ മനസ്സിൽ നിന്നും എന്നെ അകറ്റാൻ ശ്രമിക്കുകയാണ്. അതിൻ്റെ കൂടെ ഈ വിവരം കൂടി അറിഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. ആദ്യം എന്നെ വിളിച്ച സമയത്ത്
ഞാൻ ശ്രുതിയുമായി സംസാരിക്കുകയായിരുന്നു. ആ ദേഷ്യത്തിലാണ് ഞാൻ കോള് വന്നപ്പോൾ എടുക്കാഞ്ഞത്. അതിപ്പോൾ വലിയൊരു അബദ്ധമായി പോയല്ലോ. അതുകൊണ്ടല്ലേ ആദ്യം ഇപ്പോൾ രേവതിനെ വിളിച്ച് ഇങ്ങോട്ടേക്ക് വരുത്തിച്ചത്. തനിക്ക് അവിടെ നിന്നും പെട്ടെന്ന് മാറാനും സാധിക്കില്ല. കാരണം അമ്മ അത്രയ്ക്കും സീരിയസ് ആയിട്ടാണ് ICUവിൽ കിടക്കുന്നത്. ഇനി എന്തായാലും താൻ പെട്ടതു തന്നെ. കാരണം താൻ ഇനി എങ്ങോട്ട് ഓടി ഒളിച്ചാലും എന്തായാലും ഒരു നാൾ രേവതി അത് കണ്ടുപിടിക്കും. അല്ലെങ്കിൽ എല്ലാ സത്യങ്ങളും ശ്രുതി മനസ്സിലാക്കും. ഇനി എത്ര നാളിങ്ങനെ ഓടി ഒളിക്കും എല്ലാവരുടെയും മുന്നിൽ നിന്ന്? അതുകൊണ്ട് എന്തെങ്കിലും ആകട്ടെ, രേവതിയോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയാമെന്ന് മനസ്സിൽ വിചാരിച്ച് ശ്രുതി ആദിയോടൊപ്പം ICUവിൻ്റെ മുന്നിലുള്ള ചെയറിൽ ഇരുന്ന് കാത്തിരിക്കുകയായിരുന്നു. ഫാർമസിയിൽ മരുന്നുകൾ മേടിച്ച് ബില്ലടച്ച് പുറത്തേക്ക് വന്ന രേവതി കാണുന്നത് ICUവിൻ്റെ മുന്നിൽ ആദിക്കൊപ്പം ഇരിക്കുന്ന ശ്രുതിയെയായിരുന്നു. ആ ഇരിക്കുന്നത് ശ്രുതിയല്ലേ? ശ്രുതി എന്താ ഇവിടെ ഇരിക്കുന്നത്? അവൾക്ക് എങ്ങനെയാണ് ആദിയെ അറിയാവുന്നത്? ശ്രുതിയെ ആദിക്കൊപ്പം ഇരിക്കുന്നത് കണ്ട രേവതിയുടെ മനസ്സിൽ പല സംശയങ്ങളും മാറി മറഞ്ഞു. പതിയെ നടന്നുകൊണ്ട് ചെയറിലിരിക്കുന്ന ശ്രുതിയുടെ അടുത്തേക്ക് രേവതി ചെല്ലുന്നുണ്ട്. രേവതിയെ കണ്ടതും പെട്ടെന്നെന്തോ ഒരു ഭയത്തോടു കൂടി തന്നെയാണ് രേവതി ആ ചെയറിൽ നിന്നും എഴുന്നേറ്റ് നിന്നത്. അത് രേവതിയോട് ഞാൻ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. നമുക്കൊന്ന് മാറിയിരുന്നാലോ? ആദി മോനെ, നീ ഇവിടെ തന്നെ ഇരിക്കണം. ICUവിൽ നിന്ന് സിസ്റ്റർമാരാരെങ്കിലും വന്നു കഴിഞ്ഞാൽ ആൻറ്റിയും രേവതാൻറ്റിയും അങ്ങോട്ടേക്ക് നീങ്ങിയിരിപ്പുണ്ട്. അവിടേക്ക് വന്ന് പറയണം കേട്ടോ എന്ന് ആദിയെ ഏൽപ്പിച്ച് ശ്രുതിയും രേവതിയും കൂടി അങ്ങോട്ടേക്ക് നീങ്ങിയിരിപ്പുണ്ട്. ആ, ഇനി പറ ശ്രുതി, നിനക്കെന്താ എന്നോട് പറയണമെന്ന് പറഞ്ഞത്? നിന്നോട് ഒരിക്കലും മിണ്ടരുതെന്ന് മനസ്സിൽ വിചാരിച്ചിരുന്ന ആളാ നീ. കാരണം അത്രയ്ക്കും മോശമായല്ലേ എല്ലാവരെയും കോമാളിയാക്കിയത്. നിനക്കറിയാലോ, ഞാൻ പണമൊന്നുമില്ലാത്തൊരു വീട്ടിലെ സാധാരണ പെൺകുട്ടിയാണ്. പൂവിട്ട് ജീവിച്ചിരുന്ന ഞങ്ങൾക്ക് ആ പൈസ കൊണ്ടാണ് ഞങ്ങൾ ഇത്രയും കാലം ജീവിച്ചിരുന്നത്. ഞാൻ ആരോടും കള്ളത്തരം പറഞ്ഞല്ല ആ വീട്ടിലേക്ക് വന്നത്. എന്നെ മനസ്സിലാക്കി തന്നെയാണ് സച്ചിയേട്ടൻ എന്നെ വിവാഹം ചെയ്തത്. എൻ്റെ വീട്ടിലും എനിക്കും പണമില്ലാത്തത് കൊണ്ട് തന്നെയാണ് വീട്ടിൽ അമ്മയ്ക്ക് എന്നെ കണ്ണെടുത്താൽ കാണാൻ പറ്റാത്തത്. പക്ഷേ നിന്നെ വിവാഹം കഴിച്ച് വീട്ടിൽ കൊണ്ടുവന്നതിന് ശേഷം അമ്മ നിലത്തൊന്നുമല്ലായിരുന്നു. ഞാൻ കണ്ടുപിടിച്ച എൻ്റെ മരുമകൾ അത്രയ്ക്കും ലക്ഷപ്രഭുവാണ്, കോടിപതിയാണ്, അങ്ങനെയൊക്കെ എന്തൊക്കെ പല കാര്യങ്ങളും പറഞ്ഞ് എന്നെ കുത്തി നോവിച്ചിരുന്നത് നിനക്കും അറിയാവുന്ന കാര്യമല്ലേ. അമ്മയുടെ കൂടെ ചേർന്ന് നീയും എന്നെ ഒരുപാട് വേദനിപ്പിച്ചത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. നിന്നെ അത്രയ്ക്കും തലയിലേറ്റു വെച്ചിരുന്ന അമ്മ ഇപ്പോൾ നിന്നെ ആ ഭാഗത്തേക്ക് അടുപ്പിക്കുന്നു പോലുമില്ലല്ലോ. ഒരിക്കലും ശ്രുതി, നമ്മൾ കള്ളത്തരം പറഞ്ഞ് എവിടേക്കും എത്താൻ പോകുന്നില്ല. അത് ഏതെങ്കിലും ഒരു ദിവസം പുറത്തേക്ക് തന്നെ വരും. പക്ഷേ ആ കള്ളത്തരം കണ്ടുപിടിച്ച് എല്ലാവരും അറിയുമ്പോഴേക്കും എല്ലാം അവസാനിച്ചിട്ടുണ്ടാവും. പിന്നീട് ഒരിക്കലും ആ തിരിച്ചുപോക്ക് അസാധ്യമായിരിക്കും. അതാ ഇപ്പോൾ ഇവിടെ സംഭവിച്ചത്. ഒരു തവണ മാത്രമല്ലല്ലോ നീ കള്ളം പറഞ്ഞത്. രണ്ടാമത് നീ ഗർഭിണിയാണെന്നുള്ള വലിയൊരു നുണയും പറഞ്ഞല്ലേ നീ കയറാൻ ശ്രമിച്ചത്. അതുകൊണ്ട് നിനക്കൊരിക്കലും മാപ്പില്ല ശ്രുതി. രേവതി, എനിക്കിതൊക്കെ മനസ്സിലാവുന്നുണ്ട്. ഞാൻ വലിയൊരു തെറ്റാണ് നിങ്ങളോടെല്ലാവരോടും ചെയ്തത്. പക്ഷേ എൻ്റെ സാഹചര്യം അതായിരുന്നു രേവതി. കാരണം ആൻറ്റി വലിയൊരു കാശുള്ള വീട്ടിലെ കുട്ടിയെയല്ലേ ശ്രുതിക്ക് വേണ്ടി ആലോചിച്ചു നടന്നത്. അങ്ങനെയുള്ളപ്പോൾ പൈസയൊന്നുമില്ലാത്ത എനിക്ക് ശ്രുതിയെ ഒരുപാട് ഇഷ്ടമായിരുന്നു. പക്ഷേ എൻ്റെ കയ്യിൽ പണമില്ലാത്തത് കൊണ്ട് ഞങ്ങളുടെ ബന്ധം ഒരിക്കലും ആൻറ്റി സമ്മതിക്കില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. എനിക്ക് ശ്രുതിയെ വിട്ടുകളയാനും കഴിയില്ലായിരുന്നു. അതുകൊണ്ടാണ് ശ്രുതിയോടും ആൻറ്റിയോടുമെല്ലാം ആ വലിയൊരു കള്ളത്തരം പറഞ്ഞ് ശ്രുതിയുടെ ഭാര്യയായി ഞാൻ ആ വീട്ടിലേക്ക് വന്നത്. പക്ഷേ എൻ്റെ കള്ളത്തരം ഒരിക്കലും ആരും അറിയില്ല എന്ന് ഞാൻ മനസ്സിൽ വിശ്വസിച്ചിരുന്നു. ശരിയാ, ഞാൻ രേവതിയെയും ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ എൻ്റെ ഈ കള്ളത്തരം ഒരിക്കലും പൊളിയരുതെന്നുള്ള ആ ഒരു കാര്യം കൊണ്ട് ഞാൻ ചെയ്തു പോയതാ. ആൻറ്റിക്കൊപ്പം നിന്ന് രേവതിയെ അങ്ങനെയൊക്കെ പറയുമ്പോൾ ആൻറ്റിക്കൊപ്പം തന്നെ ഞാനൊരു പൈസയുള്ള വീട്ടിലെ പെൺകുട്ടിയാണെന്ന് ആൻറ്റി കരുതുമല്ലോ. പക്ഷേ
അതിനൊക്കെയുള്ള വലിയൊരു തിരിച്ചടി തന്നെ എനിക്കിപ്പോൾ കിട്ടി രേവതി. എനിക്കിപ്പോൾ ആരുമില്ല. സുധി പോലും എന്നെ മനസ്സിലാക്കുന്നില്ല. അമ്മയുടെ കാര്യം പോട്ടെ എന്ന് വിചാരിക്കാം, പക്ഷേ സുധി എന്നെ മനസ്സിലാക്കുമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. ഇപ്പോൾ സുധിക്ക് വേണ്ടി പണമുള്ള വീട്ടിൽ പെണ്ണാലോചിക്കുകയാണ് അമ്മ. അത് സുധി സമ്മതിക്കുമെന്ന് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്. പിന്നെ ഞാൻ ഗർഭിണിയാണെന്ന് കള്ളം പറഞ്ഞ് രണ്ടാമതും അങ്ങോട്ടേക്ക് വരാൻ ശ്രമിച്ചത് എനിക്ക് സുധിയോടുള്ള സ്നേഹം കൊണ്ടാണ് രേവതി. മറ്റെന്തൊക്കെ പറഞ്ഞാലും അവിടെ ആരും എന്നെ കയറ്റില്ല എന്ന് എനിക്ക് പ്രത്യേകം അറിയാമായിരുന്നു. പ്രത്യേകിച്ച് ചന്ദ്രാൻറ്റി. ഞാൻ ഗർഭിണിയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും എന്നെ സ്നേഹത്തോടെ തിരിച്ചു വിളിക്കുമെന്നുള്ള മനസ്സിൽ വിശ്വസിച്ചുകൊണ്ടാണ് ഞാൻ അങ്ങോട്ടേക്ക് വന്നത്. പക്ഷേ സുധി അത് വിശ്വസിച്ചെങ്കിലും അമ്മ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല. ആ കള്ളത്തരം മനസ്സിലാക്കിയാണല്ലോ അമ്മ എന്നെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയത്. ഇനിയിപ്പോൾ എന്തെങ്കിലും പറഞ്ഞിട്ട് വല്ല പ്രയോജനമുണ്ടോ ശ്രുതി? എല്ലാം നീ തന്നെ അനുഭവിക്കണം. അതെല്ലാം പോട്ടെ, നീ ഇപ്പോൾ എന്താ ഹോസ്പിറ്റലിൽ? ആദ്യം നിനക്ക് എങ്ങനെ അറിയാം? ആ കാര്യം പറയാനാ ഞാൻ രേവതിയോട് ഇങ്ങോട്ടേക്ക് മാറി നിൽക്കാൻ പറഞ്ഞത്. ഇനി എൻ്റെ ജീവിതത്തിൽ ഒരു കാര്യം കൂടിയുണ്ട്, ആരും അറിയാത്ത കാര്യം. എൻ്റെ കയ്യിൽ പണമില്ല എന്നുള്ള കാര്യം മാത്രമേ ഇപ്പോഴും ആൻറ്റിയും സുധിയും എല്ലാം അറിഞ്ഞിട്ടുള്ളൂ. പക്ഷേ മറ്റൊരു വലിയ വാർത്ത ഇപ്പോഴും അവരാരും അറിഞ്ഞിട്ടില്ല. അതെനിക്ക് എങ്ങനെ അവരോട് പറയണമെന്ന് എനിക്കറിയില്ല. കാരണം സുധി ഒരിക്കലും അത് സമ്മതിക്കില്ല. ആ വിവരം അറിഞ്ഞു കഴിഞ്ഞാൽ സുധി ഒരിക്കലും എന്നെ വിവാഹം കഴിക്കില്ലായിരുന്നു. പക്ഷേ രേവതി എന്തായാലും ഇവിടെ വന്നതല്ലേ, ഇനി രേവതിയോടെങ്കിലും എനിക്ക് ആ സത്യങ്ങൾ പറയണം. ശ്രുതി ഇങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ രേവതിക്ക് എന്തൊക്കെയോ മനസ്സിൽ തോന്നുന്നുണ്ടായിരുന്നു. കാരണം ശ്രുതി പോലും അറിയാത്ത മറ്റൊരു രഹസ്യം എന്താണെന്നാണ് രേവതി ചിന്തിക്കുന്നത്. രേവതി ഞാൻ പറയുന്ന കാര്യങ്ങൾ എങ്ങനെ എടുക്കുമെന്ന് എനിക്കറിയില്ല. ശ്രുതി, നീ എന്നെ ടെൻഷനാക്കാതെ കാര്യം എന്താണെന്ന് വെച്ചാൽ തുറന്നു പറയ്. രേവതി എന്നോട് ചോദിച്ചില്ലേ എന്താ ഇവിടെയെന്ന്. എൻ്റെ അമ്മ ഇത്രയും വയ്യാതെ കിടക്കുമ്പോൾ ഞാനല്ലാതെ പിന്നെ ആരാ രേവതി ഇവിടെ നിൽക്കേണ്ടത്? അമ്മയോ? ഏതമ്മ? നിനക്കല്ല ആരുമില്ല എന്ന് പറഞ്ഞത്. ശരിയാ, എല്ലാവരോടും ഞാൻ പറഞ്ഞേക്കുന്നത് എനിക്ക് ആരുമില്ല എന്നാ. പക്ഷേ അങ്ങനെയല്ല രേവതി, എനിക്കൊരു അമ്മയുമുണ്ട്, മകനുമുണ്ട്. അമ്മയും മകനുമോ? ഏത് മകൻ? രേവതിയുടെ കണ്ണുകൾ പുറത്തേക്ക് വന്നു തുടങ്ങി. മുഖമാകെ വീർത്തു തൊടുത്തു തുടങ്ങി. ഒരത്ഭുതത്തോടു കൂടിയായിരുന്നു രേവതി ശ്രുതിയുടെ വായിൽ നിന്നും വന്ന ആ സത്യങ്ങൾ കേട്ടത്. ശ്രുതി, നീയൊരു അമ്മയാണെന്നോ? എന്തൊക്കെയാ ഞാൻ കേൾക്കുന്നത്? സത്യമാണ് രേവതി, ഞാൻ ഒരു പ്രസവം കഴിഞ്ഞതാ. എനിക്കൊരു മകനുണ്ട്, അതാ ആദി. എൻ്റെ ചെറുപ്രായത്തിൽ തന്നെ എൻ്റെ വിവാഹം കഴിഞ്ഞു. അതിലുണ്ടായ കുട്ടിയാണ് ആദി. എൻ്റെ ആദ്യ ഭർത്താവ് പെട്ടെന്ന് വിവാഹം കഴിഞ്ഞ് കുറച്ച് നാൾ മാത്രമേ ജീവിച്ചിരുന്നുള്ളൂ. മരിച്ചതിന് ശേഷം ഞാൻ ആദിയും അമ്മയും മാത്രമായിരുന്നു. ആദിയെ അമ്മയെ ഏൽപ്പിച്ചിട്ടായിരുന്നു ഞാൻ ജോലിക്ക് പോയിരുന്നത്. പിന്നീടുള്ള ജീവിതത്തിലായിരുന്നു സുധിയുമായി ഞാൻ കണ്ടുമുട്ടുന്നത്. പിന്നീട് സുധിയുമായുള്ള വിവാഹവും അങ്ങനെ കഴിഞ്ഞു. പക്ഷേ സുധിയോട് എനിക്കൊരു മകനുണ്ടെന്നും കല്യാണം കഴിഞ്ഞതാണെന്നും ഞങ്ങൾ പാവപ്പെട്ടവരാണെന്നും ഒന്നും പറയാൻ സാധിച്ചിരുന്നില്ല. കാരണം ഞാനൊരു വിവാഹം കഴിഞ്ഞ സ്ത്രീയാണ്. എനിക്കൊരു മകനുണ്ടെന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും സുധി എന്നെ വിവാഹം കഴിക്കില്ലായിരുന്നു എന്ന് ഉള്ള ഉറപ്പ് എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ഇതിനു മുൻപ് നീ ആദിയെയും ആൻറ്റിയെയും ഒക്കെ എൻ്റെ ഒപ്പം ഒരുമിച്ച് കണ്ടപ്പോഴൊക്കെ നിൻ്റെ മുഖത്തുണ്ടായിരുന്ന ആ ടെൻഷനും വെപ്രാളവും ഒക്കെ ഇതുകൊണ്ടായിരുന്നല്ലേ? അന്നേ എനിക്ക് ചെറിയൊരു ഡൗട്ട് എവിടെയൊക്കെ ഉണ്ടായിരുന്നു. കാരണം നീ ആൻറ്റിയെയും ആദിയെയും ഒക്കെ കാണുമ്പോഴുള്ള നിൻ്റെ മുഖത്തെ മാറ്റം ഞാൻ അന്നും ശ്രദ്ധിച്ചിരുന്നു. പക്ഷേ അതിൻ്റെയെല്ലാം പിന്നിൽ ഇത്രയും വലിയൊരു സത്യമുണ്ടായിരുന്നുവെന്ന് എനിക്ക് ഓർക്കാൻ പോലും കഴിയുന്നില്ല ശ്രുതി. നീ എങ്ങനെയാ ഈ വലിയ രഹസ്യം മറച്ചു വെച്ചുകൊണ്ട് സുധിയുടെ ഒപ്പം ഇത്രയും നാൾ ജീവിച്ചത്? എനിക്ക് ആലോചിക്കുമ്പോൾ തന്നെ എൻ്റെ കയ്യും കാലും വിറയ്ക്കുകയാണ്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ നിന്നെ സമ്മതിക്കണം ശ്രുതി. ഇത്രയും വലിയ രഹസ്യമൊക്കെ മറച്ചു വയ്ക്കാൻ നിനക്കേ സാധിക്കൂ.
രേവതി, അത് എൻ്റെ ആ ഒരു അവസ്ഥയിൽ അങ്ങനെ ചെയ്തു പോയതാ. ഞാൻ മറച്ചു വെക്കേണ്ടി വന്നതാ. ഇതെല്ലാം ഞാൻ മറച്ചു വെച്ചതും എൻ്റെ മകനെ ഞാൻ മാറ്റി നിർത്തിയതുമെല്ലാം സുധിക്ക് വേണ്ടിയായിരുന്നു. എനിക്ക് അത്രയ്ക്കും ഇഷ്ടമാണ് സുധിയെ. പക്ഷേ ഈ വിവരമൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും സുധി എന്നെ വിവാഹം കഴിക്കില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് എനിക്ക് ഈ വലിയ രഹസ്യം മൂടി വയ്ക്കേണ്ടി വന്നത്. എന്നെങ്കിലും ഒരിക്കൽ എന്തായാലും സുധിയും എല്ലാവരും ഈ സത്യമറിയുമെന്നുള്ള ഉറപ്പ് എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഈ വിവരം ഇപ്പോഴും സുധിയും ആൻറ്റിയും ഒന്നും അറിഞ്ഞിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഇവിടെ രേവതിയെ കണ്ടപ്പോൾ ഇനി മറച്ചു വെച്ചിട്ട് കാര്യമില്ല എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിലെ എല്ലാ സത്യങ്ങളും ഇപ്പോൾ രേവതിയോട് ഞാൻ തുറന്നു പറഞ്ഞത്. രേവതിയെങ്കിലും എൻ്റെ മനസ്സിലാക്കണമെന്ന് യാചിച്ചുകൊണ്ട് ശ്രുതി എല്ലാ രഹസ്യങ്ങളും രേവതിയോട് പറയുന്നുണ്ട്. ശ്രുതിയുടെ ജീവിതത്തിലെ ആ വലിയ രഹസ്യങ്ങൾ അറിഞ്ഞ രേവതി ഇനി എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് നമുക്ക് വഴിയേ അറിയാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.